ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ജടായു സംഗമം. അത്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരനിക്കിടക്കുന്നതു മുനിഭക്ഷകനിവന നീ കണ്ടതില്ലയോ സഖേ. വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകുല. കൊല്ലുവനിവന ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയുമിഷ്ടനായ വയസ്യനറിഞ്ഞാലും നിൻ തിരുവടിക്കും ഞാനിഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവദ്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലേ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീപന സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃത കാനനെ ജനസമ്പാധ വിവർഷിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിലുറങ്ങാതെ ശാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം
പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോളാരൂഢാനന്ദമരുൾ ചെയ്തിരു വഴി പോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവൻ അൻപോടു, പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ, പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതതു നിർണയമതിനാലേ. കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നു എന്നറികതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും. ലിംഗാദി ബ്രഹ്മാണ്ടമാമവിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. അദ്രി ശൃംഗ ആഭം. അദ്രി പർവ്വതം, പർവ്വതത്തിൻ്റെ കൊടുമുടി, അത്രയും ഉന്നതിയുള്ള ഒരു പർവ്വതത്തിന് ആഭം എന്നാൽ തുല്യം, പർവ്വതാകാരനായിട്ട്. തത്ര പദ്ധതി മധ്യേ, വഴിമധ്യേ കണ്ടു പത്രിസത്തമനാകും, പക്ഷിശ്രേഷ്ഠനാകും വൃദ്ധനാം ജടായുഷം, ജടായുസിനെ കണ്ടു. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു. ഈ ഒരു പക്ഷി സത്തമനെ കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ വിസ്മയം പൂണ്ടു, അത് വളർന്നു എന്നാണ്. അതാണ് വളർന്നൊരു വിസ്മയം. അങ്ങനെ രാമൻ പക്ഷെ പെട്ടെന്ന് വിചാരിക്കുന്നത് ഏതോ രാക്ഷസനാണ് എന്നാണ്. ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ, രക്ഷസാം പ്രവരൻ ഈ കിടക്കുന്നത് ഇത് ഏതോ രാക്ഷസപ്രവരനാണെന്ന് തോന്നുന്നു, മുനിഭക്ഷകൻ, ഇവനൊക്കെ ആയിരിക്കാം ഇവിടുത്തെ മുനിമാരെ ഭക്ഷിക്കുന്നത്, നീ കണ്ടതില്ലയോ സഖേ, വില്ലിങ് തന്നീടു നീ, ഭീതിയുണ്ടാകുല്ല.
നീ പേടിക്കേണ്ട, കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോട് യുദ്ധം രാമൻ ചൊന്നത് കേട്ട് പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. ലക്ഷ്മണനോട് ഇങ്ങനെ പറയുന്നത് കേട്ട ജടായു പേടിച്ചിട്ട് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, വധ്യനല്ല അഹം, ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല. തവ താതന്, അങ്ങയുടെ അച്ഛന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ, അങ്ങയുടെ അച്ഛൻ ഈ കാട്ടിലൊക്കെ വരുന്ന സമയത്ത് എന്നെ അത്രയും ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള വയസ്യനാണ് ഞാൻ, സുഹൃത്താണ്, അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്താണെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. അങ്ങേക്കും എന്താണോ ഇഷ്ടം, അങ്ങയുടെ ഒരു ദാസനായിട്ടിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അങ്ങയുടെ ഇഷ്ടത്തെ ഞാൻ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല, ഞാൻ അങ്ങയാൽ കൊല്ലപ്പെടേണ്ടവനല്ല. ഭവദ്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. ഇത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രൻ ആശ്ലേഷം ചെയ്തിട്ട് അനുഗ്രഹം നൽകി. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ. ശരി, എങ്കിൽ ഞാൻ എവിടെയാണോ താമസിക്കുന്നത്, ഇവിടെ അടുത്ത് ആശ്രമം കെട്ടി ഞാൻ താമസിക്കുമ്പോൾ അതിനടുത്തായിട്ട് നീയും ഇരിക്കുക. സങ്കടമിനി ഒന്നുകൊണ്ടുമേ നിനക്കില്ല, നിനക്കൊരു സങ്കടവും ഉണ്ടാവുകയില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാൻ, അതു കഷ്ടം കഷ്ടം. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ നിന്നെ സംശയിച്ചു പോയല്ലോ. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ. എൻ്റെ ഒരു ഉത്തമനായ ദാസനായി, കിങ്കരനായി നീ ഇനി അങ്ങോട്ട് വാഴുക എന്ന് പറഞ്ഞു. ഇതായിരുന്നു ജടായുവുമായിട്ടുള്ള ഭഗവാന്റെ ആദ്യ സമാഗമം. അങ്ങനെ പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിൽ അമ്മാറ്. സീതാലക്ഷ്മണ സമേതനായി അവിടെ പർണശാലയും തീർത്ത് ലക്ഷ്മണൻ മനോജ്ഞമാൻ വളരെ മനോഹരമായ ഒരു പർണശാലയൊക്കെ തീർത്തു. പർണ പുഷ്പങ്ങൾ കൊണ്ട് തൽപ്പവുമുണ്ടാക്കിനാൻ. ഇലകളും പുഷ്പങ്ങളുമൊക്കെ കൊണ്ട് അവിടെ ഒരു മനോഹരമായ കിടക്കയുമുണ്ടാക്കി. ഉത്തമ ഗംഗാനദിക്ക് ഉത്തരതീരെ, ശ്രേഷ്ഠയായ ആ ഗംഗാനദിയുടെ വടക്ക് തീരത്തിൽ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. ഇനി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. കദളി പനസ ആമ്രാദി അഖിലം. കദളി വാഴ, പനസം പ്ലാവ്, ആമ്രം മാവ് ഇത്യാദി ഫലവൃക്ഷ ആവൃത കാനനെ. അതേസമയം ജനസമ്പാദ വിവർജിതം, അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഒട്ടുമില്ലാത്ത സ്ഥലം. അതുകൊണ്ട് തന്നെ നീരുജസ്ഥലെ, ആരാലും ഒരു ശല്യവുമില്ലാത്ത ആ സ്ഥലത്ത് വിനോദിപ്പിച്ചു ദേവി തന്നെ. സീതാദേവിയെ രമിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. അവിടെ എങ്ങനെയായിരുന്നോ അവർ സന്തോഷിച്ച് ജീവിച്ചത്, അതേപോലെ പഞ്ചവടിയിലും ജീവിച്ചു. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം, എല്ലാ ദിവസവും ലക്ഷ്മണൻ ഫലമൂലാദികൾ കൊണ്ടുകൊടുക്കും. പലവും, അങ്ങനെ പല രീതിയിലുള്ള ഫലമൂലാദികൾ കൊണ്ടുവന്ന് കൊടുക്കും പ്രീതിയോടെ. അതൊരു സന്തോഷമായിട്ട് ലക്ഷ്മണൻ കരുതിപ്പോന്നു. മാത്രമല്ല രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ച് ആസ്ഥയ, വളരെ ശ്രദ്ധയോടെ ചുറ്റുപാടും ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കും. രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. പിന്നീട് രാവിലെ സീതയെ മധ്യേയാക്കി മൂവരും പ്രാതക്കാലെ ഗൗതമി തന്നിൽ കുളിച്ച് അർഘ്യവും കഴിച്ച് ഉടൻ, അവിടെ ഗൗതമി നദിയിൽ കുളിച്ച് ആ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. അന്നന്നത്തെ ആവശ്യത്തിനുള്ള ജലവും ലക്ഷ്മണൻ എടുത്തുകൊണ്ടുവരും. ഇങ്ങനെ
വാരം വാരം ഇങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു. പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ഒരു ദിവസം ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വിതനായി ചൊന്നാൻ. ലക്ഷ്മണൻ ഒരു ദിവസം അങ്ങനെ ഇരുന്ന സമയത്ത് ശ്രീരാമചന്ദ്രനെ കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു: മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാം അടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം എൻ്റെ അജ്ഞാനത്തെ നീക്കാൻ തക്ക വിധത്തിൽ അങ്ങ് മുക്തിമാർഗത്തെ, ആ മോക്ഷമാർഗത്തെ അരുൾ ചെയ്യുക. അത് എന്തൊക്കെ ചേർന്നതാണ്? ജ്ഞാന, വിജ്ഞാന, ഭക്തി, വൈരാഗ്യ ചിഹ്നമെല്ലാം. ജ്ഞാനം, അറിവ്, അത് അനുഭവപ്പെടുത്താനുള്ള വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഇവയെല്ലാം ചേർന്ന എന്നതാണ് ചിഹ്നമെല്ലാം എന്നതുകൊണ്ട് ഇവയൊക്കെ ചേർന്നിട്ട് മാനസാനന്ദം വരുമാർ അരുൾ ചെയ്തിടണം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അത്രയധികം സന്തോഷമുണ്ടാകും. അതുപോലെ എനിക്ക് രസിക്കുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു തരണം. ആരും നിൻതിരുവടി ഒഴിഞ്ഞില്ല, ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. അങ്ങാണ് ഈ ഒരു കാര്യം ഉപദേശിക്കാൻ അങ്ങയെ പോലെ യോഗ്യനായ ഗുരു വേറെയില്ല. ശ്രീരാമൻ അതു കേട്ടു. ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കാരണം ഏതൊരു ഗുരുവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ശിഷ്യനിൽ നിന്ന്, ഉത്തമ ശിഷ്യനിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉപദേശത്തെയാണ്. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം, അത് വളരെ രഹസ്യമായിട്ടുള്ള ഈ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. ഇത് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ വികൽപ്പം എന്നാൽ രണ്ട്, ഇവിടെ പ്രപഞ്ചം എന്ന ഒന്നുണ്ട്, ഈശ്വരൻ ഒന്ന് വേറെയുണ്ട്. ഇങ്ങനെയുള്ള ഈ ഭ്രമമൊക്കെ മാറും. മുമ്പിനാർ ഞാൻ ആദ്യം മായാസ്വരൂപത്തെ ചൊല്ലിയിടുവൻ അൻപോട്, പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. ആദ്യം ഈ ജ്ഞാനത്തെ മറച്ചു കളയുന്ന മായയുടെ സ്വരൂപത്തെ കുറിച്ച് ഞാൻ പറയാം. എന്നിട്ട് ജ്ഞാനത്തെക്കുറിച്ച്, ആ ജ്ഞാനം എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് പറയാം. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നീട് ഈ അറിവ് എങ്ങനെ അനുഭവപ്പെടുത്താം എന്നും ഞാൻ പറയാം. വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ഏതൊന്നിനെയാണോ അറിയേണ്ടത്, അങ്ങനെ അറിയപ്പെടേണ്ടതായ ആ ആത്മസ്വരൂപത്തെക്കുറിച്ചും ഞാൻ പറയാമല്ലോ. ജ്ഞേയമായുള്ള, അറിയേണ്ടതായിട്ടുള്ള പരമാത്മാനം അറിയുമ്പോൾ, ആ പരമാത്മാവിനെ കുറിച്ചറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ഈ മായാ സംബന്ധത്താലുള്ള ഭയം, അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്ര ഭയം, അതൊക്കെ നീങ്ങുമല്ലോ. ഇനി എന്താണ് മായ എന്ന് പറയുന്നു? ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. ഇവിടെ ആത്മാവായിട്ട്, ആ പരമാത്മാവായിട്ട് ഒന്നു മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ. പക്ഷേ ആത്മാവല്ലാത്ത ദേഹാദികളിൽ ആത്മാവാണ്, ഇതാണ് ഞാൻ എന്നുള്ള ബോധം, അതെന്താണോ ഈ ജഗത്തിൽ, ഈ മൂന്ന് ജഗത്തിലുമുള്ളത്, ഇതാണ് മായയാകുന്നത്. മായയാകുന്നത് നിർണയം, ഇതാണ് മായ. ആത്മാവല്ലാത്ത ദേഹത്തിനെ ആത്മാവാണെന്ന് കരുതി ആ ദേഹവുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ സംഘം വെക്കുക. ആ ദേഹത്തിന് സുഖം വരണം, ദേഹത്തെ അറിയുന്ന മനസ്സിന് സുഖം വരണം, ഇങ്ങനെയുള്ള ചിന്തകളിൽ പെട്ട് ഉഴറുന്നു. ഇതാണ് മായ. ഇങ്ങനെയുള്ള മായ ഉള്ളത് കൊണ്ടാണ് കായ സംബന്ധമാകും ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം, ഈ ലോകമുണ്ട് എന്ന്
തോന്നുന്നത്, സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപ ആവരണങ്ങൾ എന്ന് രണ്ടു രൂപം മായയ്ക്ക് എന്നറിക സൗമിത്രേ നീ. ഈ മായ ഇവിടെ പ്രകടമാകുന്നത് തൻ്റെ രണ്ട് ശക്തികളെ കൊണ്ടാണ്. ഒന്ന് വിക്ഷേപം, മറ്റൊന്ന് ആവരണം. ഇതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നു. ആദ്യത്തെ വിക്ഷേപമാണ്. ഈ ലോകമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ വിക്ഷേപ ശക്തിയാണ് എന്നതറിയുക അതിസ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും. ഇത് തന്നെ സ്ഥൂലം സൂക്ഷ്മം ഇങ്ങനെയുള്ള ഭേദങ്ങളോടുകൂടെ ഈ വിക്ഷേപശക്തി സത്വരജ തമോ ഗുണങ്ങളായിട്ട് മാറിയിട്ടാണ് ഇവിടെ ഈ പ്രപഞ്ചമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത്. ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും. ഈ മായയിലാണ് ആദ്യം ലിംഗാദി എന്നാൽ അന്തഃകരണാദി മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം, ഇവിടെ ഞാൻ എന്ന ഒരു വ്യക്തി പ്രത്യേകമായി ഉണ്ടെന്ന ബോധമാണ്, ആ ഒരു ചിന്തയാണ് അഹങ്കാരം. ഇങ്ങനെയുള്ള ഈ അന്തഃകരണത്തെയാണ് ലിംഗാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങി ഇങ്ങോട്ട് ബ്രഹ്മാവ് മുതൽ തുടങ്ങി ഈ ഏറ്റവും ചെറിയ പ്രാണി വരെ ഇതൊക്കെ തന്നെ ആ അവിദ്യാരൂപമാണ്. മായയുടെ ഈ അവിദ്യാരൂപത്തിൽ നിന്നാണ് നമുക്ക് സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നത്. ഇങ്ങനെ ഇവിടെ എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞ് കുറച്ചു പേരുണ്ട് എന്നും അവരോട് എനിക്ക് ഇഷ്ടമുണ്ട്, കുറച്ചു പേരെ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ഒരു സംഘം ഈ ദോഷമാണ്. ഇതൊക്കെ ഒരു ദോഷമായിട്ട് പറയുന്നു. ഈ ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതൊക്കെ അവിദ്യാരൂപമായിട്ടുള്ള മായയാണ്. അതേസമയം ഇതേ മായ തന്നെ ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത്. ഈ മായയ്ക്കപ്പുറത്ത്, എന്നാൽ മായയിൽ തന്നെ ആ വിദ്യാസ്വരൂപം ഉണ്ട് എന്നാണ് പറയുന്നത്. മായയുടെ തന്നെ വിദ്യാസ്വരൂപമുണ്ട്. അത് ആ പരമാത്മാവിലേക്ക് എത്തിക്കുന്ന വഴിയാണത്. അതാണ് ജ്ഞാനരൂപിണിയാകും വിദ്യയായത് മറ്റേത് ആനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. ഈ മായയുടെ വിദ്യാരൂപത്തെ അറിഞ്ഞാൽ അത് നമുക്ക് ആനന്ദത്തെ തരുന്നു. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. ഈ മായയാണ് ഇങ്ങനെ ഒരു വിശ്വമുണ്ടെന്ന് കൽപ്പിക്കുകയാണ്, അവിടെ തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓം ശ്രീരാമചന്ദ്രായ